ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഡ്രൈവിംഗ് ടിപ്സ്, വാഹനം ഓടിക്കുന്ന അവസരങ്ങളിൽ സെക്കൻഡുകൾക്കുള്ളിൽ സഡനായിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട ചില സാഹചര്യങ്ങൾ വരും. അത്തരത്തിലുള്ള 5 സിറ്റുവേഷനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാനായിട്ട് ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തീർച്ചയായിട്ടും വാഹനം പഠിക്കുന്ന തുടക്കക്കാർക്ക് ഈ 5 ട്രിക്സുകൾ വാഹനം ഓടിക്കുന്ന അവസരങ്ങളിൽ റോഡിൽ ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, കൂട്ടുകാരുടെ ഇടയിലേക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. അതോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട്, നിങ്ങൾക്കറിയാം. ഗുഡ്സൺ കട്ടപ്പന വ്ലോഗ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഒരു വാഹനം കുത്തനെയുള്ള ഒരു കയറ്റത്തോട് സമീപിക്കുമ്പോൾ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളൊരു നിരപ്പ് റോഡിൽ ഒരു 4th ഗിയറിൽ പോകുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ മുന്നിലായിട്ട് ചെറിയൊരു കയറ്റം വന്നു. കയറ്റം കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4th ഗിയറിൽ നിന്ന് ഡൗൺ ചെയ്ത് 3rd ഗിയർ ഇട്ട് കൊടുക്കണം. അപ്പോൾ 3rd ഗിയർ ഇടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് പെട്ടെന്ന് തന്നെ 3rd ഗിയർ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ വാഹനം കയറി പോകുന്ന അവസരങ്ങളിൽ 3rd ഗിയറിൽ പോകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ തന്നെ ആക്സിലറേറ്റർ ജസ്റ്റ് കുറച്ച് ക്ലച്ച് ചവിട്ടി പെട്ടെന്ന് 2nd ഗിയർ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് കാലയച്ച് വീണ്ടും ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം വീണ്ടും നമ്മൾ മുന്നോട്ട് എടുക്കുക. അതിനുശേഷം വീണ്ടും 2nd ഗിയറിലും വാഹനം പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? വളരെ വേഗത്തിൽ തന്നെ ആക്സിലറേറ്റർ ജസ്റ്റ് കുറച്ച് ക്ലച്ച് ചവിട്ടി 1st ഗിയർ കൊടുത്ത് പെട്ടെന്ന് തന്നെ ക്ലച്ചിൽ നിന്ന് കാലയച്ച് വീണ്ടും ആക്സിലറേറ്റർ കൊടുത്ത് നമ്മൾ വാഹനം മുന്നോട്ടെടുക്കണം. അപ്പോൾ ഒരു വാഹനം നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ ഇത്തരത്തിലുള്ള കുത്തനെയുള്ള കയറ്റങ്ങളിലേക്ക് വാഹനം സമീപിക്കുമ്പോൾ ഒരു 4th ഗിയറിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ വളരെ വേഗത്തിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് 1st ഗിയറിലേക്ക് വന്ന്, അതായത് ഏറ്റവും ടോർക്ക് കൂടിയ ഗിയറിലേക്ക് വേഗത്തിൽ വരേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരും. നമ്പർ 2, റോഡിൽ കുണ്ടും കുഴിയും നിറഞ്ഞ ഗട്ടറുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് വളരെ സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, അതിനും ഉദാഹരണം പറയാം. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സ്മൂത്ത് ആയിട്ട് വാഹനം ഓടിച്ചൊരു 3rd ഗിയറിലോ 4th ഗിയറിലോ വരുന്നു. പെട്ടെന്ന് മുന്നിലായിട്ട് നല്ല രീതിയിലുള്ള കുഴി കാണുന്നു, അല്ലെങ്കിൽ ഗട്ടർ കാണുന്നു. ഇത്തരത്തിൽ ഗട്ടറും കുഴിയും കാണുന്ന സാഹചര്യങ്ങളിൽ വന്ന ഗിയറിൽ നമുക്ക് ഒരു കാരണവശാലും ആ ഒരു ഗട്ടർ അല്ലെങ്കിൽ ആ ഒരു കുഴി ഇറങ്ങി വാഹനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. വന്ന ഗിയറിൽ പോയാൽ എന്താണ് പ്രോബ്ലം? കൃത്യമായിട്ടും വണ്ടിയുടെ എഞ്ചിൻ ഓഫായി വാഹനം ആ കുഴിയിൽ നിൽക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും വേഗത്തിൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഏറ്റവും ടോർക്ക് കൂടിയ ഗിയറിലേക്ക് വരേണ്ടത് വളരെ അനിവാര്യമാണ്. ഏറ്റവും ടോർക്ക് കൂടിയ ഗിയർ ഏതാണ്? 1st ഗിയർ. ഉദാഹരണം, നിങ്ങൾ 3rd ഗിയറിൽ ഒരു റോഡിലൂടെ വരുന്നു എന്ന് സങ്കല്പിക്കുക. മുന്നിലായിട്ട് പെട്ടെന്ന് കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു ഗട്ടർ കാണുന്ന അവസരത്തിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ബ്രേക്കിൽ വന്ന് ക്ലച്ചിൽ വന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് 1st ഗിയർ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് കാലയച്ച് വീണ്ടും ആക്സിലറേറ്റർ കൊടുത്ത് വാഹനത്തിൻ്റെ റണ്ണിങ് നിലനിർത്തി വീണ്ടും നമ്മൾ വണ്ടി മുന്നോട്ട് എടുക്കേണ്ട സാഹചര്യം വരും. കൃത്യമായിട്ട് ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. നമ്മളൊരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് അറിയത്തില്ലാത്ത റോഡിലൂടെ വാഹനം ഓടിക്കേണ്ട സിറ്റുവേഷൻ വരും. പെട്ടെന്ന് കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു റോഡിലേക്ക് വരുമ്പോൾ ഗിയർ വളരെ വേഗത്തിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ടും ഓർത്തിരിക്കുക. നമ്പർ 3, ഹമ്പുകൾ അല്ലെങ്കിൽ ബമ്പുകളുള്ള റോഡിലൂടെ വാഹനം ഓടിക്കുന്ന അവസരങ്ങളിൽ നമുക്ക് വളരെ വേഗത്തിൽ ഏറ്റവും ടോർക്ക് കൂടിയ ഗിയറിലേക്ക് വരേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരും. അപ്പോൾ അതിനും ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുന്നു എന്ന് കരുതുക. പെട്ടെന്ന് മുന്നിലായിട്ട് ഒരു ഹമ്പ് അല്ലെങ്കിൽ ബമ്പ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് വാഹനത്തിൻ്റെ വേഗത കുറച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗിയർ ഡൗൺ ചെയ്ത് ഒന്നെങ്കിൽ 2nd ഗിയർ അല്ലെങ്കിൽ 1st ഗിയറിലേക്ക് വന്ന് മാത്രമേ നിങ്ങൾ ആ ഒരു ഹമ്പ് ഇറങ്ങി പോകുവാൻ പാടുള്ളൂ. വന്ന ഗിയറിൽ ആ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാതെ നിങ്ങൾ ഹമ്പ് അല്ലെങ്കിൽ ബമ്പ് ഇറങ്ങിപ്പോയാൽ എന്താണ് സംഭവിക്കുന്നത്? കൃത്യമായിട്ടും വാഹനത്തിൻ്റെ വേഗത കൂടുതലായതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അപകടങ്ങൾ വാഹനത്തിലുള്ളവർക്കും വെളിയിലുള്ളവർക്കും ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഹമ്പ് വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ വാഹനത്തിൻ്റെ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് 1st ഗിയറോ 2nd ഗിയറിലേക്കോ വന്ന് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ വാഹനം ഓടിക്കുവാൻ പാടുള്ളൂ. നമ്പർ 4, മുന്നിൽ ഓടുന്ന ഒരു വാഹനത്തിൻ്റെ വേഗത മനസ്സിലാക്കി വളരെ വേഗത്തിൽ നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. ഉദാഹരണം പറയാം, ഘോഷയാത്ര പോലെയുള്ള സിറ്റുവേഷനിലൂടെ നമ്മൾ വാഹനം ഓടിക്കുന്നു, അല്ലെങ്കിൽ ഉത്സവം അതുപോലെ തിരക്കുള്ള സാഹചര്യങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ മുന്നിലൊരു വാഹനം
വേഗത്തിലാണ് പോകുന്നതെങ്കിൽ അതിനനുയോജ്യമായിട്ട് നമുക്ക് വാഹനത്തിൻ്റെ വേഗത കൂട്ടിപ്പോകേണ്ടതായിട്ട് വരും. എന്നാൽ മുന്നിൽ പോകുന്ന ഒരു വാഹനത്തിൻ്റെ വേഗത കുറയുമ്പോൾ അതിനനുയോജ്യമായിട്ട് തന്നെ വളരെ വേഗത്തിൽ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷനും വരും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും വാഹനം ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഗിയർ ഷിഫ്റ്റിംഗ് വളരെ വേഗത്തിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ കൃത്യമായിട്ടും വാഹനം നടു റോഡിൽ ഓഫായി പോകും. നമ്മൾ മുഖാന്തരം കൃത്യമായിട്ടും നല്ല രീതിയിലുള്ള ട്രാഫിക് ജാമുകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്, വളരെ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ടും ഓർത്തിരിക്കുക. നമ്പർ 5, പ്രതീക്ഷിക്കാത്ത രീതിയിൽ വാഹനം സ്ലോ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ. ഉദാഹരണം പറയാം, മുന്നിൽ ഒരു വാഹനം ഓടുന്നു, പെട്ടെന്ന് മുന്നിൽ പോകുന്ന വാഹനം സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്യുന്ന അവസരങ്ങളിൽ കൃത്യമായിട്ടും നമ്മളും വേഗത്തിൽ സഡൻ ബ്രേക്ക് ചെയ്ത് വാഹനം നിർത്തണം. അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ നമുക്ക് വാഹനം മുന്നോട്ടെടുക്കേണ്ട സിറ്റുവേഷൻ വരും. അങ്ങനെ എപ്പോഴൊക്കെ ഒരു വാഹനം നമുക്ക് വളരെ വേഗത്തിൽ നിർത്തേണ്ട സാഹചര്യങ്ങൾ വരുന്നു, അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലെല്ലാം തന്നെ വളരെ വേഗത്തിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് വന്ന് നമ്മൾ വാഹനം വീണ്ടും മുന്നോട്ടെടുക്കേണ്ട സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഗിയർ ഷിഫ്റ്റിംഗ് വളരെ വേഗത്തിൽ ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഡ്രൈവിംഗ് പഠിക്കുന്നവർ തീർച്ചയായിട്ടും ഇത് പ്രാക്ടീസ് ചെയ്തിരിക്കണം. പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളൊരു വാഹനം ഓടിക്കുന്ന സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ വാഹനം ഓടിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഗുണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നത് വീണ്ടും എനിക്ക് പുതിയ വീഡിയോകൾ ചെയ്യുവാനായിട്ട് നല്ല രീതിയിലുള്ള ഒരു പ്രചോദനമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ ചെയ്തിരുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു പേജുണ്ട്. പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാനായിട്ട് ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക.